കാഞ്ഞങ്ങാട് നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളിലെ അനിഷ്ട സംഭവങ്ങളെ തുടർന്നുടലെടുത്ത ക്രമസമാധാന തകർച്ച പരിഹരിച്ച് സമാധാനം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് ഹോസ്ദുർഗ് മാന്തോപ്പ് മൈതാനിയിൽ ഏകദിന ഉപവാസ സമരം നടത്തി. MK രാഘവൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് പ്രദേശത്ത് അത്തരം ഒരു മാറാട് കാണിക്കുന്ന മാതൃക ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഈ നടന്ന സംഭവവികാസങ്ങളെല്ലാം ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാണെങ്കിൽ ആ കാരണത്തിന് ഉത്തരവാദികളായിട്ട് ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടാലും അവരുടെ നേരെ പോലീസ് നിർദാക്ഷിണ്യമായ നടപടി സ്വീകരിക്കണം എന്ന അഭിപ്രായമുള്ള പൊതുപ്രവർത്തനാണ് ഞാൻ. നമ്മുടെ നാടിന്റെ നന്മ, നാടിന്റെ സ്നേഹം, നാടിന്റെ ഐക്യം തകർക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വിഭാഗം, ഇന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും നമുക്കറിയാം, ഏതെങ്കിലും വിരലെണ്ണാവുന്ന ആളുകൾ കടന്നുകൂടി ഉണ്ടാക്കുന്ന കുഴപ്പം എല്ലാവരെയും കയ്യും കെട്ടി നോക്കല്ല വേണ്ടത്. ഇത്തരം സംഭവങ്ങളെ അതിന്റെ ഭാഷയിൽ, അതിന്റെ രീതിയിൽ അടിച്ചമർത്താനുള്ള ആർജവം പോലീസ് കാണിക്കണം. എന്നാൽ മാത്രമേ അക്രമത്തിൽ പിന്തിരിയൂ എന്ന് വിശ്വാസമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇവിടെ നടന്ന സംഭവവികാസത്തിൽ, സംഘർഷത്തിൽ ആരെയും ഉൾപ്പെട്ടു ആ ആളുകളെ ജനമധ്യത്തിൽ കൊണ്ടുവരാൻ, അവരെ ഒറ്റപ്പെടുത്താൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നേതൃത്വം നൽകേണ്ട കാലഘട്ടമാണ്. ഇന്ന് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ ഇത്തരം വർഗീയ കലാപം തടയാൻ വേണ്ടിയുള്ള ബില്ല് പരിഗണന കിടക്കുകയാണ്. അടുത്ത ലോക്സഭാ സമ്മേളനത്തിൽ ആ ബില്ല് വരാണ്ട് പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ആ ബില്ലിന്റെ പരിധിയിൽ എന്തെല്ലാം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ബന്ധപ്പെട്ട സമിതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അഭിപ്രായത്തിൽ ഇത്തരം വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക്, ഇത്തരം സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ പേരിൽ കേസ് മാത്രമല്ല, അവരുടെ സ്വത്തുക്കൾ പോലും കണ്ടെത്താനുള്ള ഒരു നിയമം ഉണ്ടാകണം അഭിപ്രായമുള്ള ആളാണ് ഞാൻ. നമ്മുടെ നാടിന്റെ ഭാവി തകർക്കുന്ന, ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന, ജനങ്ങളുടെ പരസ്പര വിശ്വാസം ഇല്ലാതാക്കുന്ന ഏത് ശക്തിയാണെങ്കിലും ആ ശക്തിയെ നിലക്ക് നിർത്താൻ ഈ രാജ്യത്തെ ഭരണത്തിന് സാധിക്കണം, നിയമത്തിന് സാധിക്കണം, പോലീസ് സാധിക്കണം. അല്ലെങ്കിൽ ഇത് ക്രമേണ വളർന്ന് വലുതായി നാടിന്റെ ഏറ്റവും വലിയ മാരകമായ ഒരു വിഷം വിതക്കുന്ന ഒരു ശക്തിയായി നമുക്ക് കാണേണ്ടി വരും എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം കാഞ്ഞങ്ങാട്, നേരത്തെ സൂചിപ്പിച്ചപോലെ, കാഞ്ഞങ്ങാട് എത്ര മഹാന്മാരുടെ പാരമ്പര്യമുള്ള പ്രദേശമാണ്. വിദ്വാൻ കേളു നായർ, കണ്ണൻ നായർ, അതുപോലെ തുടങ്ങിയ മഹാന്മാർ, ആ ആളുകൾ സ്വാതന്ത്ര്യ സമരസേനാനികൾ നൽകിയ നേതൃത്വം, ആ മഹത്തായ നേതൃത്വം നൽകിയിട്ടുള്ള ഈ പ്രദേശത്ത് ഏതെങ്കിലും ഒരു ചെറിയ ശതമാനം, 2-3 ആളുകൾ ഇത്തരം പ്രദേശം ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നതിനെ കണ്ടെത്തുന്നതിൽ കോൺഗ്രസ് പാർട്ടിയും പോലീസ് സഹായിക്കണം എന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാറുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ഈ ഉപവാസം സംഘടിപ്പിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലം സൂചിപ്പിക്കുമുണ്ടായി. ഈ ഉപവാസം സംഘടിപ്പിക്കാൻ, ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ, ജനങ്ങളെ ഒന്നിച്ച് നയിക്കാൻ സാധിക്കാവുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് പ്രസ്ഥാനമാണ്. ഞങ്ങൾക്ക് ഇതിനൊന്നും യാതൊരു പങ്കുമില്ല. ഈ നടന്ന കലാപത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരൊന്നില്ല, ഞാൻ പറയുന്നില്ല. കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന ശ്രമിക്കുന്നവരുണ്ട്. ഇതിലൊന്നും യാതൊരു പങ്കാളിത്തമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഞങ്ങളാണ് യഥാർത്ഥ മതേതര ശക്തി. ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, പങ്കുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യമായി ജനങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു പങ്കാളിത്തത്തിന് അംശമുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും ഇതുപോലെ ഉപവാസം നടത്താൻ സാധ്യമല്ല. ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ അറിയാതെയോ, രാഷ്ട്രീയ പാർട്ടികൾ പെട്ടും ഞാൻ പറയുന്നില്ല, പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടികളിലെ ചില പ്രവർത്തകന്മാർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താൻ വേണ്ടി രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണം. അവരെ പുറന്തള്ളാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം. ഇതൊരിക്കലും അനുവദിച്ചുകൂടാ. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നാം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മതേതര സംസ്കാരം, ആ സംസ്കാരം ഇല്ലാതാക്കുന്ന നടത്തുന്ന സമരം, ഇത്തരം സംഘർഷാവസ്ഥ, അക്രമം, അതിനെതിരെ പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ, ജനങ്ങളെ അണിനിർത്താൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിരക്ക് കോൺഗ്രസ് ഈ ഒരു യത്നം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നതിൽ തീർച്ചയായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെയും ഭാരവാഹികളെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. DCC പ്രസിഡന്റ് വെളുത്തമ്പു അധ്യക്ഷതയും അഡ്വക്കേറ്റ് സുധാകരൻ സ്വാഗതവും പറഞ്ഞു. KP കുഞ്ഞിക്കണ്ണൻ, ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു.